രജിസ്ട്രേഷൻ കഴിഞ്ഞു, സ്വത്തും എൻ്റെ പേരിലായി. ഞങ്ങളെ കുട്ടിയെത്താ മോനവിടെ തൊട്ടി കിടപ്പുണ്ട്. ഞങ്ങളെ കുട്ടിനെ എന്താ ചെയ്യണ്ട? എന്റെ കുട്ടിയുടെ നിങ്ങൾ ചോദിച്ചതൊക്കെ തന്നില്ലേ നിങ്ങൾക്ക്? ഗംഗാധര, നിങ്ങൾ ഞങ്ങളോട് ഇത് ചെയ്യല്ല. എന്റെ കുട്ടിയുടെ ഈ ചെക്കനെ കൂടി ഞാനൊന്ന് തീർക്കേണ്ടതായിരുന്നു. ഗംഗാധരനോട് ഞാൻ അത് അന്നേ പറഞ്ഞതാ. പക്ഷേ ഇവൻ്റെ വളർത്തു തന്ത അവൻ ബുദ്ധിമാനായിരുന്നു. അല്ല, ആ കുട്ടിയിൽ എന്ത് ചെയ്യാനാ പരിപാടി? അവനെ കൂടെ അങ്ങ് തീർത്തേക്ക് ഗംഗാര, ഇനിയൊന്നും ബാക്കി വെക്കണ്ട. ശരി എന്നാൽ. ഹലോ. അത് കഴിഞ്ഞു. അത് ഗംഗാരം നോക്കിക്കോളും. വാട്ട്? എന്തേ? ഒരു പ്രശ്നം. എന്താ പ്രശ്നം? അവൻ വിൽപ്പത്രം എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞില്ല. ഇത് നോക്ക്. എനിക്ക് കണ്ണത്ര പിടിക്കുന്നില്ല സാറ്. എന്താ പ്രശ്നം പറഞ്ഞാൽ മതി. തൻ്റെ എല്ലാ സ്വത്തുവകകളും ദത്തുപുത്രനാതിൽ അവകാശപ്പെട്ടതാണെന്നും അഥവാ സ്വത്തുവകകളിൽ എന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ അവൻ പ്രായപൂർത്തിയായി അവൻ്റെ ഒപ്പുകൂടെ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കിത് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ഇത് വല്ലാത്തൊരു ചതിയല്ലേ സാറേ? അപ്പോൾ അവനെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. അല്ല, നമ്മൾ ഈ കുട്ടീനെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനെന്നാ? 18 വയസ്സാകുന്നത് വരെ അവനെ നമ്മൾ നോക്കിയേ പറ്റൂ. അതിനുശേഷം അവൻ്റെ ഒപ്പിട്ട് ഇങ്ങോട്ട് മേടിച്ചിട്ട് ആ ആധാരം നമ്മളെ കൈക്കലാക്കി നമ്മളോട് മാറ്റി വെക്കണം. വേറെ വഴിയൊന്നുമില്ല.
കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ മരിക്കാലോ അല്ലേ? നീ പേടിക്കടാർക്ക, 18 വയസ്സാകുന്നത് വരെ നിന്നെ ഞാനൊന്നും ചെയ്യില്ല. ഇത് ഇവർക്കാ. ആദ്യം ആരെ വേണമെന്നൊരു കൺഫ്യൂഷൻ. ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവിടം വരെ എത്തിയ പരമ ബുദ്ധിമാനായ ഇവന്റെ തല തന്നെ ആദ്യം ചിതറട്ടെ. അയ്യോ സാർ, ഞങ്ങളൊന്നും ചെയ്യരുത്. ഞങ്ങൾ അറിയാതെ പറ്റിപ്പോല. നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഈ വീട്ടിൽ വന്ന് കയറിവണപ്പോ ജീവനോടെ പിന്നെ പുറന്തോന്നും കണ്ടിട്ടില്ല. ഐ ആം വെരി സോറി ഗൈസ്. ചേച്ചി, ഇതെന്താ സംഭവം? നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല, അതല്ലേ ചോദിച്ചേ. എനിക്കും മനസ്സിലായിട്ടില്ല. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസുകാർ ചെയ്യണത്. ആ, ആണല്ലേ. ഓ, അപ്പൊ ഇങ്ങനെ ഒട്ടിച്ച അവരെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ? അത് ശരി. നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. ഇതൊക്കെ കുറച്ച് ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം. ചേട്ടാ, ഇതാണോ നോക്കിക്കേ. ഇത് തന്നെ ഇപ്പൊ കഥ കംപ്ലീറ്റ് ആയി. എന്നാ ഞങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു. പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. GK എസ്റ്റേറ്റിന്റെ മുതലാളി ഖാദർ ഹാജി, മകൻ നജീം ഖാദർ, പിന്നെ ഭാര്യ സുഖൈബ, പിന്നെ അവരുടെ ദത്തുപുത്രൻ, ഇവരൊരു സെക്ഷൻ. അപ്പുറത്തെ സെക്ഷനില് മാനേജർ ശേഖര മേനോൻ, പിന്നെ നോട്ടക്കാരൻ രവി. രവിയേട്ടൻ ഇപ്പൊ അവിടെ അല്ലല്ലോ, അങ്ങനെയല്ലേ അപ്പൊ അഭി പറഞ്ഞത്? തോക്കി കയറി വെടിവെക്കല്ലേ, ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. ഓ സോറി, പറഞ്ഞു. രവിയേട്ടൻ ശേഖര മേനോനിട്ട് ഉടക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ആ ഗ്യാപ്പിലാണ് ഗംഗാധരേട്ടൻ അവിടെ നോട്ടക്കാരനായിട്ട് കയറുന്നത്. ഇതെല്ലാം നടക്കുന്നത് ഖാദർ ഹാജിനെ ആന കുത്തിക്കൊന്നതിന് ശേഷമാണ്. രവിയേട്ടൻ അവിടെ നിന്ന് പോകുന്നതിന്റെ പിന്നാലെ ഈ ശേഖര മേനോനും എസ്റ്റേറ്റിൽ ജോലി ഉപേക്ഷിച്ചു. പ്രായത്തിൻ്റെതായിട്ടുള്ള അവശതകളും മൂലം ആ സ്ഥാനത്തേക്ക് അയാളുടെ മകനെ കയറ്റി. അതാണ് അനിൽ പ്രസാദ് മേനോൻ എന്ന ഇപ്പോഴത്തെ അനിൽ. ഈ അനിൽ പ്രസാദിനെ കുറിച്ചും ആ എസ്റ്റേറ്റിനെ കുറിച്ചും കൂടുതൽ അന്വേഷിച്ചിറങ്ങി ഞാൻ ഈ എസ്റ്റേറ്റ് അനിൽ പ്രസാദ് വാങ്ങിയതിന്റെ രേഖകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിലമ്പൂർ രജിസ്റ്റർ ഓഫീസിലെത്തി. ഈ രേഖകളൊക്കെ തപ്പിയ കൂട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയ മറ്റൊരു രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതാണ് ഇത്. ഒന്ന് വന്ന് നോക്ക്. കേരള മാരേജ് സർട്ടിഫിക്കറ്റ്, അനിൽ പ്രസാദ്. ഓ, ഇയാള് കല്യാണം കഴിഞ്ഞാലേ. ഞാൻ കരുതി ഒറ്റത്തടിയാന്ന്. അല്ല, ഈ മാരേജ് സർട്ടിഫിക്കറ്റും ഇപ്പത്തെ പ്രശ്നവും തമ്മിൽ എന്താ? നിങ്ങൾക്ക് ഈ പേര് കേട്ടിട്ട് ഒന്നും തോന്നിയില്ലേ? ഖാദർ ഹാജി, നജീം ഖാദർ, നസീമ ഖാദർ. ഖാദർ ഹാജിയുടെ? അതെ, ഖാദർ ഹാജിയുടെ ഇളയ മകൾ നസീമ ഖാദർ. ഖാദർ ഹാജിക്ക് 3 മക്കളാണ്. മൂത്തത് നജീം ഖാദർ, രണ്ടാമത്തത് നസീർ ഖാദർ, ഇളയവൾ നസീമ ഖാദർ. എന്റെ അമ്മേ, വൻ പ്ലാനിങ്. ഈ അനില് ഭയങ്കര ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ആളെന്നെ കേട്ടോ. എനിക്കും കൂടെ ഒന്ന് പറഞ്ഞാ പപ്പ, ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്കും. ഇതിലിനി മനസ്സിലാക്കാനൊന്നുമില്ല. ഖാദർ ഹാജിയുടെ മരണം മുതൽ ഈ കല്യാണ രജിസ്ട്രേഷൻ വരെ എല്ലാം അനിൽ പ്രസാദിന്റെയും തന്തപ്പൊടി ശേഖര മേനോന്റെയും വലിയൊരു പ്ലാനിങ്. ഖാദർ ഹാജിയുടെ എങ്ങനെ മനസ്സിലായില്ല? ഈ ഖാദർ ഹാജിനെ ആന കുത്തിക്കൊന്നതിന് പിന്നാലെ ഈ എസ്റ്റേറ്റിന്റെ അതിർത്തിയിലുള്ള ഫോറസ്റ്റിൽ നിന്നും ഈ ഫോറസ്റ്റുകാർക്ക് 2 ആനക്കൊമ്പ് കുഴിച്ചിട്ട നിലയിൽ കിട്ടി. അതിന്റെ ന്യൂസാണത്. എന്നുവെച്ചാ
എന്ന് വെച്ചാൽ ഖാദർ ഹാജിനെ ആനക്കൊമ്പ് ഉപയോഗിച്ചിട്ട് കുത്തിക്കൊന്നിട്ട് അത് കാട്ടാനായിട്ട് തലയിലിട്ടു. അയാൾ എന്നാ ദുഷ്ടനോ? ദുഷ്ടന്നൊക്കെ പറഞ്ഞ കുറഞ്ഞു പോകും. ഇത് ക്രിമിനൽ, കൂട്ടും ക്രിമിനൽ. തീർന്നില്ല. ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളില്ലാത്ത നജീം ഖാദറും ഭാര്യയും ആത്മഹത്യ ചെയ്തു എന്നൊന്നും വിശ്വസിക്കാൻ എനിക്ക് പറ്റൂല. അവരെയും അയാൾ തന്നെ കൊന്നതായിരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ നാട് വിട്ടുപോയ രണ്ടാമത്തെ മാരുടെ കാര്യം ഇതുപോലെ തന്നെ ആവുമല്ലോ. എന്താ സംശയം? അയാളെ കാട്ടിലെവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടാവും. ചെറിയ മോളെ അയാൾ കല്യാണം കഴിച്ചു. അത് പക്ഷെ എന്തിനായിരിക്കും? സിമ്പിൾ. ആ സ്വത്തുക്കൾ മൊത്തം അയാൾക്ക് കിട്ടാൻ. എല്ലാം അയാളെ കൈ കിട്ടിയ ശേഷം അതിനെയും കൊല്ലും. പക്ഷെ അത് ദത്തെടുത്ത കുട്ടിയോ? ആ കുട്ടീനെ കുറിച്ച് മാത്രം ഒരു വിവരവുമില്ല. ആ ബംഗ്ലാവ് പോയി തപ്പിയ അതും കിട്ടും, കൂട്ടത്തിൽ അർജുമാമിനെ. എന്നാ നമുക്ക് ആ ബംഗ്ലാവിലൊന്ന് പോയി നോക്കിയാലേ ചേട്ടേ? അത് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. പക്ഷെ പ്രശ്നം അതല്ല. എന്താ? ഇതൊക്കെ കണ്ടുപിടിച്ചാലും ഇതിനൊന്നും ഒരു തെളിവില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അയാളെ നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റൂല. അപ്പൊ പിന്നെന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. എന്തായാലും ഞാൻ ആ ബംഗ്ലാവ് വരെ ഒന്ന് പോയി നോക്കട്ടെ. ബാക്കി പിന്നെ നോക്കാം. അർജുന്റെ വണ്ടിയാണല്ലോ ഇത്. അമ്മ ഒരു മിനിറ്റ്. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കാർക്കസ് പ്രേതത്തിന്റെ ശല്യം ഇല്ലല്ലോ നമുക്ക്. എന്താ? അതിനെ അർജു കൊണ്ടുപോയതുകൊണ്ടായിരിക്കും. പക്ഷെ കൊണ്ടുപോണേന്റെ തലേ ദിവസവും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ അതല്ല പ്രശ്നം. പിന്നെന്താ? പ്രേതം ചത്തോ? ചത്തത് തന്നെയാണ്, പക്ഷെ പ്രേതല്ല. പിന്നെ ബാറ്ററിയാണ് ചത്തത്. എന്ന് വെച്ചാ അന്ന് തന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയില്ലേ, അന്ന് ആ ബാറ്ററി അതൊന്ന് പോയി. പിന്നെ പ്രേതം ഇപ്പൊ ബാറ്ററിക്കല്ലേ വർക്ക് ചെയ്യുന്നത്? ആണ്. അതുകൊണ്ടാണല്ലോ ദിയ ബാറ്ററി ഇടണ വരെ അതിവിടെ ശല്യമില്ലാതെ കിടന്നത്. അപ്പൊ ആ പാവ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവില്ലല്ലോ? ഉണ്ടാവില്ല. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കണം. എന്തിന്? പപ്പ പറഞ്ഞു കേട്ടില്ലായിരുന്നോ? തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാളെ നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നിയമത്തിന് പറ്റാത്തത് ആ ക്യാറ്റ് സ്റ്റോറി ചെയ്തോളൂ. ചേച്ചി പറഞ്ഞത് ഞങ്ങളും സപ്പോർട്ട് ചെയ്യും. ഇനി പ്രേതം നോക്കിക്കോളല്ല. ആ മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് എത്രയെങ്കിലും ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്നാ പപ്പേനെ വിളിച്ച് പറ അതിലൊരു ബാറ്ററി വാങ്ങിച്ചിടാൻ. അനിൽ പ്രസാദ് എന്ന കൊടും കുറ്റവാളി ഇവിടെ അവസാനിക്കട്ടെ.
അളിയനായിരുന്നു അർജു. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നാ, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? അതൊക്കെ വലിയ കഥയാ, പിന്നെ പറയാ. കഥ കുറെയൊക്കെ എനിക്കും അറിയാം. അതല്ല, ഇതാരൊക്കെ? സോറി ഗൈസ്. സുരേഷേട്ടാ, നിങ്ങൾ രണ്ടാളും വേഗം പോയിക്കോ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ പറ. എന്നാ നീ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട, പോലീസ് വരുന്നവരെ ഞാനിവിടെ വേണം. നിങ്ങൾ പൊക്കോ. എടാ ഓക്കെ, ചെല്ലി പോ. മോനെ വാ. മോനെ വാ. പക്ഷെ അർജു, പോലീസ് വന്നിട്ട് കാര്യമുണ്ടോ തോന്നുന്നില്ല. ഇവർ രക്ഷപ്പെടും. ഇത്രയും കുറ്റം ചെയ്ത് ഇവരെങ്ങനെ രക്ഷപ്പെടാനാ? എടാ, ഇത് മാത്രല്ല, ഇവർ ഒരുപാട് കൊലപാതകങ്ങൾ വേറെയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും തെളിവില്ലല്ലോ. എന്നാ ഞാൻ ഇവരെ കൊല്ലാം. ഇവർക്ക് ജീവിക്കാൻ ഒരർഹതയല്ല. എന്നിട്ട് നീ പോയി ജയിലിൽ കിടക്കോ? എടാ, ഇവർക്കുള്ള ദൈവം കൊടുത്തോളും. നമ്മളേതായാലും കുട്ടീനെ രക്ഷിച്ചല്ലോ, അതുപോരെ. നീ വാ, നമുക്ക് പോവാം. ബാക്കിയെല്ലാം പോലീസുകാരെ നോക്കിക്കോളും. അമ്മയുടെ പപ്പ ഒന്ന് തോന്നുന്നു. എന്തായി? അർജു എവിടെ? അവനെ കണ്ടില്ലേ? കണ്ടു, അവൻ സേഫാണ്. അല്ല, എന്നിട്ട് അർജുമാവൻ എന്തേ? പപ്പേൻ്റെ കൂടെ വന്നില്ലേ? ആ കുട്ടി സേഫ് ആണോ പപ്പ? എല്ലാവരും സേഫാണ് ദിയ മോളെ. അർജു ആ കുട്ടീനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവര് ആ ക്രിമിനലും ഹെൽപ്പറും അവരെ കൊണ്ടുവരാൻ പോലീസ് ഇപ്പൊ പുറപ്പെട്ട് കാണും. പക്ഷെ തെളിവുകളൊന്നുമില്ലല്ലോ. അവര് രക്ഷപ്പെടും. നിയമത്തിന് മുന്നിൽ അവർ രക്ഷപ്പെട്ടാലും വിധിന് മുന്നിൽ അവർ രക്ഷപ്പെടാൻ പോണില്ല. നീ എവിടെ പോയതാ? അപ്പേനെ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ അമ്മ. എന്ത് ചെയ്യും? ഇനി നമ്മൾ വെറുതെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇപ്പോഴാണ് അതിന്റെ സമയം. നമ്മളിൽ ആരെങ്കിലും ആ ബാറ്ററി ആയിട്ട് ഉടനെ ബംഗ്ലാവിലോട്ട് പോകണം. എന്നാ ഞാൻ പോവാം. അതെ, പിന്നെ എന്റെ വണ്ടി താഴെ. ഞാൻ കയറി വന്നപ്പോ കണ്ടായിരുന്നു. നീ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വാ. ഓക്കെ. ഹലോ അർജുമ്മ, ഞാനാണ് ദേവു. ആ, ആ കാറ്റ്കസ് പാവ എവിടെ വെച്ചേക്കുന്നേ? അതാ ബംഗ്ലാവിലെ ഡൈനിങ് ഹാളിന്റെ സ്റ്റാൻഡ് പുറകിലുണ്ട്. അല്ല, എന്താ ചോദിച്ചേ? ഹലോ ഹലോ
നിലമ്പൂർ അമരമ്പലം GKM എസ്റ്റേറ്റ് ഓണറെയും സഹായിയെയും കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. എസ്റ്റേറ്റിന്റെ മുൻ ഓണറുടെയും കുടുംബത്തിന്റെയും കൊലപാതകവുമായി ബന്ധപ്പെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരാണ് സംഭവം കണ്ടത്. നിലമ്പൂർ GKM എസ്റ്റേറ്റിലെ കിണറ്റിൻകരയിലാണ് ഞങ്ങളുള്ളത്. തുടർച്ചയായ 5 മരണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടുത്തെ മുൻ ഓണർ നജീം ഖാദറും ഭാര്യയും 6 വർഷം മുൻപ് ഇതേ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. ആ മരണവുമായി ബന്ധപ്പെട്ട് പഴയ മാനേജരും ഇപ്പോഴത്തെ ഓണറുമായ അനിൽ പ്രസാദിനെയും സഹായി ഗംഗാധരനെയും അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു ഈ സംഭവം. നജീം ഖാദറിന്റെയും ഭാര്യയുടെയും മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന് അവരുടെ ദത്തുപുത്രൻ മൊഴി. അങ്ങനെ കാക്കസ് പ്രേതം മോക്ഷം കിട്ടിപ്പോയി. പോയിന്ന് ഉറപ്പിക്കണ്ട. പോയാലില്ലെങ്കിലും മോക്ഷം കിട്ടിയെന്ന് ഉറപ്പാണ്. ആ നീ വന്നോ? എന്തായി പോയ കാര്യം? ആ കുട്ടീനെ ഏറ്റെടുക്കാൻ ആരെങ്കിലും വന്നോ? ഇതുവരെ ഇല്ല. പിന്നെ ഇത്രയും സ്വത്തും മുതലൊക്കെ ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് ആർക്കും അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കൊന്നുമില്ല. അപ്പൊ അതുവരെ ഗവൺമെന്റ് അവരെ കസ്റ്റഡിയിൽ വെക്കുമായിരിക്കും. പാവം, നല്ല ആരെങ്കിലും അതിനെ ഏറ്റെടുക്കാൻ വന്നാൽ മതിയായിരുന്നു. അതെ. ഇതേ കുഞ്ഞികൃഷ്ണനൊക്കെ ന്യൂസ് മാറി. ആ പിന്നെ മറ്റന്നാളാണ് ദേവുവിന്റെ ബർത്ത്ഡേ. പ്രശ്നങ്ങളൊക്കെ തീർന്ന സ്ഥിതിക്ക് നമുക്ക് ഇതൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ വേണ്ടേ, പൊളിച്ചെടുക്കണം നമുക്ക്. ഒരാഘോഷമൊക്കെ വന്നിട്ട് എത്ര നാളായി, അല്ലേ മോളെ? പിന്നല്ലേ ഞാൻ റെഡി. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ വാങ്ങാനുള്ളവർ ഇപ്പോഴേ വാങ്ങിച്ചോ? ഞാനത് ഓർത്തിരുന്നു, അതുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ വാങ്ങി. വാങ്ങിച്ചോ? എന്താ നീ ഓർത്തായിരുന്നല്ലേ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. പേടിക്കില്ലേ, ഇത് പ്രേതമല്ല, പുതിയ ഭാവയാ. ഇവിടെ ഒരു കാര്യം. വേഗം വാദിയ, നേരം പോയി. ദാ വരുന്ന 1 മിനിറ്റ്. എത്ര കാലം കഴിഞ്ഞാൽ ഈ വൈകി ഇറങ്ങണ പരിപാടി അത് നിർത്തൂല.
എത്തിയല്ലോ. ആദി വാ പോവാ. പാതിരാ പുഷ്പം കണ്ണുകൾ തുറക്കവേ ഒരു കളിപ്പാവതൻ ചിരി കേൾക്കുന്നുവോ നീ? പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ, ഇരുളിൻ മറയിൽ നിന്നെ കാത്തിരിപ്പു. അകലെയാണെങ്കിലും നിന്നരികിലുണ്ട്, ഓരോ നിഴലിലും ഓരോ കാറ്റിലും. കരയാതെ എൻ പൊന്മകനെ ഈ പാവയ്ക്കുള്ളിൽ അച്ഛനുണ്ടമ്മയുണ്ട്. നീ ഉറങ്ങിക്കോ, ഞാൻ വരുന്നു, വീണ്ടും വരുന്നു, വീണ്ടും വീണ്ടും. പാതിരാ പുഷ്പം കണ്ണുകൾ തുറക്കവേ ഒരു കളിപ്പാവതൻ ചിരി കേൾക്കുന്നുവോ നീ? പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ, ഇരുളിൻ മറയിൽ